മരിച്ചത് 70 വയസ്സായിരുന്നു. ചികിത്സ വൈകിയതാണ് മരണകാരണമെന്നും ഉത്തരവാദിത്വം ഗവർണർ ഏറ്റെടുക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നറിയിപ്പില്ലാത്ത മിഠായി തെരുവ് സന്ദർശനത്തിനിടെയാണ് 70-കാരനായ അശോകൻ അടിയോടി കുഴഞ്ഞു വീണത്. മിഠായി തെരുവിനോട് ചേർന്ന ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണ അശോകനെ ഏറെ വൈകിയാണ് ആശുപത്രിയിൽ എത്തിക്കാനായത്. പോലീസിനെ അറിയിക്കാതെയുള്ള ഗവർണറുടെ സന്ദർശനം നഗരത്തെ 1 മണിക്കൂറോളം സ്തംഭിപ്പിച്ചിരുന്നു. ആംബുലൻസും മറ്റു വാഹനങ്ങളും ലഭിച്ചില്ല. ഒടുവിൽ ഓട്ടോറിക്ഷയിലാണ് അവിടെയുണ്ടായിരുന്ന യാത്രക്കാർ വീണുകിടന്ന അശോകനെ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ ശേഷമാണ് ആംബുലൻസിന് സ്ഥലത്തെത്താനായത്. ഉച്ചയ്ക്ക് 12:40 ഗവർണർ മിഠായി തെരുവിൽ എത്തിയത്. 12:55 അശോകന് മരണം സംഭവിച്ചെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഗവർണറുടെ അപ്രതീക്ഷിത സന്ദർശനമാണ് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കാൻ ഇടയാക്കിയതെന്നും ഉത്തരവാദിത്വം ഗവർണർ ഏറ്റെടുക്കണമെന്നും ആശുപത്രി സന്ദർശിച്ച CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെല്ലാം സ്തംഭിച്ചു. വാഹന ഗതാഗതം സ്തംഭിച്ചു. ജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രക്ക് വലിയ തടസ്സമായി. അത്തരമൊരു ഘട്ടത്തിലാണ്, ആ ബഹളത്തിനിടയിലാണ്, ആ ഘട്ടത്തിലാണ് കുഴഞ്ഞു വീണിട്ട് ഒരാൾക്ക് ഈ റോഡുകളെല്ലാം ബ്ലോക്കായി ആശുപത്രിയിൽ തക്ക സമയത്ത് എത്തിക്കാൻ യാതൊരു കഴിയാതെ വന്നു. ഇതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരിക്കാനിടയായത്, അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാനിടയായിട്ടുള്ളത്. ഗവർണറുടെ വരവിന്റെ ഇരയാണ് മരിച്ച അശോകനെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് പറഞ്ഞു. നാട്ടുകാരാകെ വലിയ അങ്കലാപ്പിൽ. ഇങ്ങനെ ഒരു VVIP സുരക്ഷയൊക്കെ ആവശ്യമുള്ള ഒരാളുടെ ഒരു ദ്രുതഗതിയിലുള്ള സന്ദർശനം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസത്തിൻ്റെ ഒരു ഇര കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ അശോക് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അശോകന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും. കൈരളി ന്യൂസ്, കോഴിക്കോട്.